We, the people of India, having solemnly resolved to constitute India into a sovereign sociality, secular, democratic republic, and to secure to all its citizens justice, social, economic, and political liberty of thought, expression, belief, faith, and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact, and keep to ourselves this Constitution. ഇതെന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? കുഴപ്പമില്ല, ഇനി ഇതിന്റെ മലയാളം പറഞ്ഞു തരട്ടെ. അതായത് നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? ഏത് രാജ്യത്താണ് ജീവിക്കുന്നത്? നിങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറയാൻ വേണ്ടി നിങ്ങൾക്ക് നല്ല അഭിമാനം ഉണ്ടോ? കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അഭിമാനം ഉണ്ടോ? അഭിമാനം ഇല്ലേ? അഭിമാനം ഉണ്ട്. ഈ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് തോന്നിയതുപോലെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെതായ കുറച്ച് നിയമങ്ങളും ഘടനകളും ഉണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിയമങ്ങളാണ് നമുക്ക് നമ്മുടെ നേതാക്കന്മാർ തന്നിരിക്കുന്നത്. നമുക്കറിയാലോ, സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴത്തേക്കും ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളാണല്ലോ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത്, ഇല്ലേ? നമുക്ക് എന്താണ് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അറിയാലോ? ഏത് മാസമാണ് നമ്മൾ ആഘോഷിക്കുന്നത്? ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കും. അതിന് വർഷം അറിയോ? വർഷം പറ. മിടുക്കനും മിടുക്കികളും 1947. അതിനുശേഷം നമുക്ക് കുറച്ച് നിയമങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ ഈ പ്രിയാമ്പിൾ, ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്ന വാക്ക് ശ്രദ്ധിച്ച് കേൾക്കണേ. ആരംഭിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രിയാമ്പിൾ തുടങ്ങുന്നത്, ഭരണഘടനയുടെ ഇത് തുടങ്ങുന്നത്. അതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്ന വാക്കുകൾ എന്താണെന്ന് അറിയോ? രാഷ്ട്രീയമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. നമ്മുടെ ഈ ഇന്ത്യയില് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള നല്ല സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആർക്കും നമ്മളെ അടിമകളാക്കാനോ അടിച്ചമർത്താനോ സാധിക്കുകയില്ല. സാധിക്കോ? ഇപ്പൊ ഓരോ ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം, നിങ്ങൾ ഈ ജാതിയാണ്, മറ്റേ ജാതിയാണ്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പാടില്ല, അങ്ങനെ വല്ലതും പറയാനുള്ള അവകാശമുണ്ടോ? ആർക്കും അതിനുള്ള അവകാശമില്ല. നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിനെ കുറിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സംസാരിക്കുന്നത്. അതേപോലെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുക, സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും
ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചുകൊണ്ട് 1949 in 1949 നവംബർ 26-നാണ് നമ്മളുടെ ഈ പ്രിയാമ്പിൾ നിലവിൽ വന്നത്. ആ ദിവസത്തിന് പറയുന്ന പേരാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. എന്ത് ഡേ? ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആ ദിവസത്തിന് നമ്മൾ ആചരിക്കണം. നമുക്കിപ്പോ ഹിരോഷിമ ദിനമുണ്ട് അല്ലെ? ഇല്ലേ? കൈകഴുകൽ ദിനമുണ്ട്, ഹിരോഷിമ ദിനമുണ്ട്, പിന്നെ എയ്ഡ്സിന് ദിനമുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആ ദിവസത്തിന് നമ്മള് കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് ഇന്ത്യയിലെ തീരുമാനങ്ങൾ എടുക്കാനും ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു രാജ്യത്തിനും ഇന്ത്യയെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റില്ല. മനസ്സിലായോ? രാജ്യത്തെ സമ്പത്തും വിഭവങ്ങളും എല്ലാവർക്കും ഒരേപോലെ ഉള്ളതാണ്, അല്ലാതെ ആർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ളതല്ല. പിന്നെ മതങ്ങൾ, എല്ലാ മതങ്ങളെയും ഒരേപോലെ കാണുകയും തുല്യമായി ബഹുമാനിക്കുകയും വേണം. അല്ലാതെ ഇന്ത്യയില് നമുക്ക് ഒരു മതം മാത്രമല്ല ഉള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഇവിടെ പല ജാതിക്കാരുണ്ട് അല്ലേ? അതാണ് നമ്മുടെ ഭരണഘടനയിലെ പറയണത്. ഇന്ത്യയില് ഒരു മതം മാത്രമല്ല ഉള്ളത്, പല മതമുണ്ട്. ആ മതത്തിന് എല്ലാത്തിനും നാം എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് ഇലക്ഷൻ വരുന്നുണ്ട് അല്ലേ? അതിനാണ് നമ്മുടെ ഇന്ത്യയെ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. അത് കുറച്ചുപേര് കൂടി നിന്നിട്ടാണ് നമ്മള് ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്? അല്ല, നമുക്ക് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്, തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിനെ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ 1949 നവംബർ 26. മറന്നുപോകോ? Once more, please repeat. 1949 November 26 is the Constitution Day. Thank you.